one angle of a rhombus is 50 degree and the larger diagonal is 5 centimeter. What is its area? ഒരു സമഭുജ സാമാന്തരികത്തിന്റെ ഒരു കോൺ 50 ഡിഗ്രിയാണ്, വലിയ വികർണം 5 സെന്റിമീറ്റർ. അതിന്റെ പരപ്പളവ് എത്ര? സമഭുജ സാമാന്തരിക അല്ലെങ്കിൽ റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പൊ ഞാനിവിടെ ABCD എന്ന് പറയുന്ന റോംബസ് വരച്ചിട്ടുണ്ട്. ആ ABCD എന്ന് പറയുന്ന റോംബസിന്റെ അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിന്റെ എല്ലാ വശങ്ങളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ആംഗിൾ 50 ഡിഗ്രിയാണ്. അപ്പൊ ഞാനിവിടെ 50 ഡിഗ്രി നിങ്ങൾക്ക് കാണാം, 50 ഡിഗ്രി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഡയഗണലിന്റെ നീളം, ലാർജ് ഡയഗണൽ, വലിയ ഡയഗണലിന്റെ നീളം എന്ന് പറയുന്നത് എത്രയെന്ന് തന്നിട്ടുണ്ട്? 5 തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ ആംഗിൾ ലാർജ് ഡയഗണൽ ആവാൻ കാരണം? നമ്മൾ ഈ ചിത്രത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റൂല്ലേ, AC ആണ് ഇതിൽ ഏറ്റവും വലിയ ഡയഗണൽ. അപ്പൊ ഞാൻ ആ AC എന്ന് പറയുന്ന ഡയഗണലിനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. അപ്പൊ 2.5 2.5. ഈ റോംബസിന്റെ അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിന്റെ പ്രത്യേക വികരണങ്ങളുടെ അല്ലെങ്കിൽ ഡയഗണലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും, അഥവാ ലംബ സമഭാജികളായിരിക്കും. അതായത് ഈ ആംഗിള്, ഈ ഡയഗണൽസിനിടയിലുള്ള ആംഗിള് 90 ഡിഗ്രി ആയിരിക്കും. അതാണ് പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഇനി ബൈസെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതുകൊണ്ടാണ് 5നെ 2.5 2.5 എന്നിട്ടുള്ളത്. അതേപോലെ ഈ ആംഗിൾ 50 ഡിഗ്രി ആംഗിളിനെ 25 25 എന്ന് പറഞ്ഞും സ്പ്ലിറ്റ് ചെയ്യും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് റോംബസ് ആണ്. ഈ റോംബസിന്റെ ഏരിയ ആണ് അല്ലെങ്കിൽ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളാണ്. സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവ് എന്ന് പറയുന്നത് D1 × D2/2 ആണ്. അഥവാ രണ്ട് ഡയഗണലുകൾ തമ്മിൽ ഗുണിക്കണം, എന്നിട്ട് അതിന്റെ പകുതി കാണണം. അതിൽ ഒരു ഡയഗണൽ നമ്മളുടെ കയ്യിലുണ്ട്, എത്രയാ? 5 സെന്റിമീറ്റർ. ഇനി അടുത്ത ഡയഗണൽ കാണണം. അടുത്ത ഡയഗണൽ കാണാൻ ഇവിടെയുള്ള AOB എന്ന് പറയുന്ന റൈറ്റ് ട്രയാങ്കിൾ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് അവിടുന്ന് സൈന് കോസ് ഏതെങ്കിലും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. അപ്പോൾ AOB എന്ന് പറയുന്ന ട്രയാങ്കിൾ ഏരിയ എന്ന് പറയുന്നത് D1 × D2/2 ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ നിന്ന് ഞാൻ എടുക്കുന്നത് tan 25 ആണ്. എന്തുകൊണ്ടാണ് tan 25 എടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞുതരാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇനി DBയുടെ നീളമാണ്. നമുക്ക് ഇനി കണ്ടുപിടിക്കേണ്ടതാണ് DBയുടെ നീളമാണ്. അതിൽ OB കിട്ടിക്കഴിഞ്ഞാൽ, OBയുടെ നീളം കിട്ടിക്കഴിഞ്ഞാൽ അതേ നീളം തന്നെയായിരിക്കും എന്തിനും ഉണ്ടാവുക? ODക്കും ഉണ്ടാവുക. കാരണം ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ OB കണ്ടുപിടിക്കണം അല്ലെ? ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടില്ലേ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് ഹൈപ്പോട്ടനസ്. അപ്പൊ ഇത് ഹൈപ്പോട്ടനസ് ആണ്. ഇനി 25ന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണണം, അഥവാ എതിർവശം കാണണം. തന്നിട്ടുള്ളതോ സമീപവശം. ഹൈപ്പോട്ടനസ് അല്ല തന്നിട്ടുള്ളത്, സമീപവശം തന്നിട്ടുണ്ട്, അഡ്ജസന്റ് സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ ഓപ്പോസിറ്റ് സൈഡ് കാണണം, അഡ്ജസന്റ് സൈഡ് തന്നിട്ടുണ്ട്. എതിർവശം കാണണം, സമീപവശം തന്നിട്ടുണ്ട്. എതിർവശവും സമീപവശം അല്ലെങ്കിൽ ഓപ്പോസിറ്റും അഡ്ജസന്റും വരുന്ന ഏതാണ്? ടാൻ ആണ്. അപ്പൊ tan 25 = OB/OA. ഇനി വാല്യൂസ് കൊടുക്കാം. tan 25ന്റെ വാല്യൂ 0.47 എടുത്തു. OB/OA 2.5 ആണ്. അത് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, OA 2.5. ഇനി ഈ 2.5നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പൊ 47 × 2.5 എന്ന് വരും. ഓക്കെ, അപ്പൊ 47 അല്ലെ, സോറി 47 എന്നല്ല, 0.47 × 2.5. ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം? പോയിന്റ് ഇല്ലാതെ പോയിന്റ് ഇല്ലാതെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 47 × 25 ചെയ്യാം. 7 5 35 5 ശിഷ്ടം 3 4 5 23 23 then 2 7 14 4 ഇവിടെ വരും. ശിഷ്ടം 1 2 4 8 1 9 അല്ലെ? ഇനി ആഡ് ചെയ്യാ 5 4 3 7 9 2 11. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്? 1 2 3. അപ്പൊ ഇവിടുന്ന് 1 2 3 1.175 കിട്ടും. ഓക്കെ, അപ്പൊ OBയുടെ നീളം 1.175. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ DB നമുക്ക് ഇതൊന്ന് മായ്ക്കാം. DB ഞാൻ പറഞ്ഞു OBയുടെ ഡബിൾ ആയിരിക്കും, അല്ലെങ്കിൽ OBയുടെ അതേ നീളം തന്നെയാണ് ODക്കും വരിക. അപ്പൊ DB എന്ന് പറയുന്ന ഈ ടോട്ടൽ ലെങ്ത് അതിനെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. ഇതിനെ 2 ആയിട്ട് ഗുണിക്കുമ്പോൾ 2 5 10ക്ക് 0 ശിഷ്ടം 1 2 14 1 15ക്ക് 5 ശിഷ്ടം 1 2 1 3 2 2 3 സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം. അപ്പൊ 2.350 അല്ലെങ്കിൽ 2.35 എന്ന് കിട്ടും. ഓക്കെ, ലാസ്റ്റ് വരുന്ന 0 നമുക്ക് കളയാം. അപ്പൊ 2.35 2.35. അപ്പൊ രണ്ട് ഡയഗണലും കിട്ടിയില്ലേ? ഇനി നമുക്ക് ഏരിയ കാണാലോ. ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? D1 × D2/2. D1 എന്ന് പറഞ്ഞാൽ 5 ആണ്. അപ്പൊ 5 × 2.35. 5നെ 2.35 ആയിട്ട് ഗുണിക്കുക. അപ്പൊ 5 × 5 25ക്ക് 5 കിട്ടും. ഇഷ്ടം 2
പിന്നെ 13 15 2 17, പിന്നെ ഇഷ്ടം 1, 2 5 10 1 11. രണ്ട് സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ 11.75 ബൈ 2 ഇങ്ങനെയും ചെയ്യാം. വേറെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ വേറെ രീതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ 5നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 5നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2.5, എന്നിട്ട് 2.5 into 2.35. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഒന്നെങ്കിൽ 5 into 2.35 ചെയ്യുക, എന്നിട്ട് കിട്ടിയ ആൻസറിനെ എന്ത് ചെയ്യുക, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അല്ലെങ്കിൽ 5നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് കിട്ടിയ ആൻസറിനെ 2.35 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അത് നമുക്ക് 5.875 കിട്ടും. ഇനി ഇതൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഏകദേശം 5.8 റേഞ്ചിൽ തന്നെ കിട്ടും. കാരണം നോക്കാം, പോയിന്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്യാം കേട്ടോ. 2 5 10 1 വരും 7 അല്ലെ, 7 ഇറക്കിയത് 17, 17 8 പ്രാവശ്യം 2 8 16, 7 6 പോയാൽ 1 15 വരും. ദെൻ 2 7 പ്രാവശ്യം 7 14 വരും. ഇവിടെ ഇതുണ്ട് 14, ഇവിടെ ഒരു 15 ഉണ്ടായിരുന്നു അല്ലെ. 5 4 15 14 പോയാൽ 1 വരും 10. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് ഇടണം. ദെൻ 2 5 10. ഇപ്പൊ റിമൈൻഡർ 0 ആയി. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ട്, 2 സംഖ്യ. അപ്പൊ ഇവിടെ കിടക്കുന്ന പോയിന്റ് വീണ്ടും 2 സ്ഥാനം മാറിയിട്ട് ഇപ്പുറത്തോട്ട് വരും. അപ്പൊ കറക്റ്റ് ആൻസർ ആയില്ലേ, 5.875. ഓക്കെ, അപ്പൊ ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം. ഹരിക്കുമ്പോൾ പോയിന്റ് ന്യൂമറേറ്ററിലാണ് പോയിന്റ് വരുന്നതെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിലെ സംഖ്യക്ക് പോയിന്റ് ഇല്ലല്ലോ. അപ്പൊ പോയിന്റ് ഇല്ലാതെ ഡിവൈഡ് ചെയ്യുക, എന്നിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ ഉണ്ടോ അത്രയും സ്ഥാനം മാറ്റിയിട്ട് എന്ത് ചെയ്താൽ മതി, പോയിന്റ് കൊടുത്താൽ മതി. അല്ലെങ്കിൽ 5നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക, അപ്പൊ നമുക്ക് 2.5 കിട്ടും. ദെൻ 2.5 into 2.35 ചെയ്യുക, അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 5.875. ഓക്കെ.